കഴിഞ്ഞ 12 മാസത്തിനിടയിൽ 192 രാജ്യങ്ങളിലേക്ക് 2,70,000-ലധികം ആളുകളെ നാടുകടത്തി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. ഇത് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വാർഷിക കണക്കാണ്. വ്യാഴാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. റിപ്പോർട്ട് പ്രകാരം കൂട്ടനാടുകടത്തൽ എന്നത് സാമ്പത്തികവും പ്രവർത്തനപരവുമായ വെല്ലുവിളികൾ നേരിടുന്ന നീക്കമാണ്. കൂട്ടനാടുകടത്തൽ നടത്തുമെന്ന് പ്രതിജ്ഞയെടുത്ത ട്രംപിനെ കാത്തിരിക്കുന്നതും ഈ വലിയ സാമ്പത്തിക വെല്ലുവിളിയും അത് നടപ്പിലാക്കാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായിരിക്കും. രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന ആളുകളെ നീക്കം ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന പ്രധാന സർക്കാർ ഏജൻസിയായ ICE സെപ്റ്റംബർ 30 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 2,71,484 പേരെ നാടുകടത്തിയെന്നും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1,42,580 പേരെയാണ് നാടുകടത്തിയതെന്നും വ്യക്തമാക്കി. 3,15,943 ആളുകളെ നീക്കം ചെയ്ത 2014 ശേഷം ICEയുടെ ഏറ്റവും ഉയർന്ന നാടുകടത്തലാണ് ഇത്. ട്രംപിന്റെ ആദ്യ ടേമിലെ ഏറ്റവും ഉയർന്ന നിരക്ക് 2019 2,67,258 ആയിരുന്നു. ചൈന, അൽബേനിയ, അംഗോള, ഈജിപ്ത്, ജോർജിയ, ഘാന, ഗിനിയ, ഇന്ത്യ, മൗറിട്ടാനിയ, റൊമാനിയ, സെനഗൽ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് US ആളുകളെ തിരികെ എത്തിച്ചു. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. മറ്റുള്ള രാജ്യങ്ങൾ US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കിയാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അവർ നമുക്കുമേൽ നികുതി ഏർപ്പെടുത്തിയാൽ USഉം അതേ രീതിയിൽ തന്നെ നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയും ബ്രസീലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതിയാണ് ഈടാക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. നീതിയാണ് പ്രധാനം. US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 100% തീരുവ ചുമത്തുകയാണെങ്കിൽ പകരം USഉം അത് തന്നെ ചെയ്യുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. USനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും USന്റെയും സമീപനമെന്നത് നിയുക്ത വ്യാപാരകാര്യ സെക്രട്ടറിയും വ്യക്തമാക്കി. അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് US എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അടിസ്ഥാന പലിശ നിരക്ക് തുടർച്ചയായി 3-ാം വട്ടവും വെട്ടിക്കുറച്ചിട്ടും ഓഹരി വിപണിയും സ്വർണ്ണവിലയും കടപുഴകുകയാണ് ഉണ്ടായത്. ഡോളറും ബോണ്ടും കത്തിക്കയറി. രാജ്യാന്തര സ്വർണ്ണവില ഒരു മാസത്തെ അപേക്ഷിച്ച് ഏറെ താഴ്ചയിലായി. കേരളത്തിലും കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിയുമെന്നത് ഇത് വ്യക്തമാക്കിയതാണ്. ഏഷ്യൻ ഓഹരി വിപണികളെല്ലാം ചുവക്കുകയും ഗിഫ്റ്റ് നിഫ്റ്റി 350-ലേറെ പോയിന്റ് ഇടിയുകയും ചെയ്തതിനാൽ കഴിഞ്ഞ ദിവസം സെൻസെക്സും നിഫ്റ്റിയും ചോരപ്പുഴ അയക്കുമെന്ന ഭീതിയും അലയടിച്ചു തുടങ്ങിയിരുന്നു. USന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് 0.25% കുറച്ചിരുന്നു. സെപ്റ്റംബറിൽ 0.50%, നവംബറിൽ 0.25% എന്നിങ്ങനെയും കുറച്ചിരുന്നതിനാൽ 3 തവണയായി അടിസ്ഥാന പലിശ നിരക്ക് 1% കുറഞ്ഞു. USലെ ബാങ്ക് വായ്പകളുടെ പലിശ നിരക്കും EMI ഭാരവും ഇതോടെ കുറയുകയാണ് ഉണ്ടായത്. പലിശ ഭാരം കുറച്ചിട്ടും ആഗോളതലത്തിൽ അലയടിക്കുന്നത് കനത്ത നിരാശയാണ്. ഇതിന് കാരണം എന്ത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു. പലിശ കുറയ്ക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഏവരും ഉറ്റുനോക്കിയത് പക്ഷേ 2025ലേക്കുള്ള പലിശ നയം സംബന്ധിച്ച US ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ വാക്കുകളിലേക്കായിരുന്നു. 2025 പലിശ നിരക്ക് 4 തവണകളായി കുറയ്ക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് US ഫെഡ് മലക്കമറിയുകയാണ് ഉണ്ടായത്. അടുത്ത വർഷം പരമാവധി 2 തവണയെ പലിശ നിരക്ക് കുറയ്ക്കൂ എന്ന് പറഞ്ഞതിന് പുറമെ ഇനി പലിശ, പണപ്പെരുപ്പം എന്നിവയിൽ ജാഗ്രത പാലിക്കുമെന്നും പവൽ അഭിപ്രായപ്പെടുക കൂടി ചെയ്തതോടെ ഓഹരികളും സ്വർണവും തകർച്ചയിലേക്ക് പതിക്കുകയായിരുന്നു. പലിശ ഭാരം 2025 ഉയർന്ന തലത്തിൽ തന്നെ നിൽക്കുമെന്നത് ബിസിനസ് ലോകത്തിന് തിരിച്ചടിയാണ്. ഫെഡിന്റെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ US ഓഹരികൾ ചോരപ്പുഴയാകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.